ഹായ് 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 ചങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളുടെ പാലത്തിങ്കലാണ്. ഈ പച്ചപ്പ് കാണിച്ചുകൊണ്ടായിക്കോട്ടെ ഇന്നത്തെ ഇൻട്രോ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം തുടങ്ങുന്നതെന്ന് ഞാനോട് കരുതി വെറുതെ. ആഹാ, പുല്ല് പശു, പാടം പുല്ല് പശു, പൊളി, അടിപൊളിയാണ്. അപ്പോൾ ഇന്നലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇന്നലെ വീഡിയോ ഉണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞിരുന്നു മുമ്പത്തെ വീഡിയോയിൽ. ഇന്നത്തെ ദിവസം നമ്മൾ ഓട്ടോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ എൻ്റെ ദിവസം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അടിപൊളിയാവും, ഓടണമെന്ന്. കാരണം നാളെ നമുക്കൊരു പരിപാടി ഉണ്ട്. നാളല്ല, മറ്റന്നാൾ ഒരു എൻഗേജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അന്നും തന്നെ ഞായറാഴ്ച, അന്നും തന്നെ നമുക്ക് ഓടാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അന്നത്തെ ദിവസം വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റൂല, ഞാൻ നോക്കട്ടില്ല. എന്നാണെങ്കിൽ തിങ്കളാഴ്ചയും വീഡിയോ ഉണ്ടാവില്ല. നോക്കാം നമുക്ക്. അതൊന്നും വലിയൊരു ഉറപ്പില്ലാത്ത വിഷയമാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഒരു ലൈക്ക് ചെയ്യണം, ഒരു കമൻറ്റ് ചെയ്യണം. എന്താ പറയുക, അതൊക്കെയാണ് നമുക്കുള്ള ഒരു പ്രോത്സാഹനം എന്ന് പറയുന്നത്. എന്തായാലും ഞാൻ പോവാണ് നേരെ അങ്ങാടി പിടിച്ചിട്ട് അവിടെ നിന്ന് സ്റ്റാൻഡിൽ ഓട്ടം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നീങ്ങാനി. ഇന്ന് വെള്ളിയാഴ്ചയാണ്. നമുക്ക് ഏറെ പ്രിയപ്പെട്ട, അല്ലെങ്കിൽ എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച എനിക്ക് പ്രിയപ്പെട്ട ദിവസം ആവാനുള്ള കാരണം, ഒന്ന്, എനിക്കും അത്യാവശ്യം ഓട്ടം കിട്ടും, പിന്നെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഏതാണ്ടൊക്കെ പോസിറ്റീവായിരിക്കും. ഇന്നത്തെ വെള്ളിയാഴ്ച എന്താ അവസ്ഥ അറിയില്ല. ഇന്നത്തെ വെള്ളിയാഴ്ച ഓട്ടം ഉണ്ടാവോ ഇല്ല എന്നുള്ളത് കണ്ടറിയാം. നമുക്ക് ആദ്യം തന്നെ ഒരു 30ന്റെ മേലൊക്കെയുള്ളൊരു ലോക്കൽ കിട്ടിയാൽ മതി. എന്നാൽ പിന്നെ വലിയ വിഷയമല്ല. 30 കിട്ടുമ്പോഴാണ് നമ്മൾ ലോക്കായി പോവാ. ഒരു 40 അല്ലെങ്കിൽ ഒരു 35, അതും കുഴപ്പമില്ല. 30 തന്നെ ഒന്ന് കുടിയും കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം 30 തന്നെ. ഒരു 40 ആണെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഇങ്ങനെ കിട്ടും. അങ്ങനെയെങ്കിൽ ഞാൻ സ്റ്റാൻഡിലെത്തിക്കും കേട്ടോ. സ്റ്റാൻഡിലെത്തിയ സമയം എന്ന് പറയുന്നത് 9:15. കൈനീട്ടൊക്കെ കിട്ടി. കൈനീട്ടം 30 രൂപ. കയ്യിലേക്കല്ല കിട്ടിയത്, അക്കൗണ്ടിലേക്കാണ്, സ്കാനറാണ്. അപ്പോൾ 30ന്റെ മേലേക്കല്ല കേട്ടോ, 30 തന്നെയാണ്. അതുപോലെ തന്നെ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല. ഇത് നമ്മുടെ ആദ്യത്തെ ഓട്ടമാണ്. കൈനീട്ടമില്ലാത്തത് പോലെയാണ് ഇങ്ങനത്തെ, എന്താ പറയുക, അക്കൗണ്ടിലേക്കൊക്കെ ട്രിപ്പ് വല്ലതും ക്യാഷ് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് തോന്നാം. കുഴപ്പമില്ല, നമുക്ക് അമൗണ്ട് കയറിയിട്ടുണ്ട്. നമുക്ക് കൈനീട്ടം 30 തന്നെ. അത് വെക്കാം. ഇവിടെ ആണെങ്കിൽ റോട്ടിൽ ഈ ഒരു ഡ്രൈനേജിന്റെ പണി നടക്കുന്നത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഇതിലെ വണ്ടികളെ ബ്ലോക്ക് ആവുകയാണ്. ഒരു സൈഡത്തെ പണി പൂർണ്ണമായിട്ട് കഴിഞ്ഞാണ്. ഇപ്പോൾ മറ്റേ സൈഡത്തെ പണി നടന്നുകൊണ്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ ഈ ഊവാലത്തിന്റെ പണി ഉണ്ടായിരുന്നു. ഊവാലത്തിന്റെ പണി പിന്നെ ക്ലിയർ ആയി. അത് ഒക്കെ അവിടെ ഇട്ട് വാർത്ത് ശരിയായി ഉണങ്ങി ടൈറ്റ് ആയിട്ടുണ്ട്. അതിന്റെ പണി നടന്നു തന്നെ നേരെ ബുദ്ധിമുട്ട്, കാരണം ഭയങ്കര ബ്ലോക്കാണ്. ഇപ്പൊ പിന്നെ അതൊക്കെ മാറി. നമുക്ക് നമ്മുടെ സ്റ്റാൻഡിൽ എത്ര വണ്ടികളുണ്ട് നോക്കിയാലോ. ഇവിടെ തൊട്ടാട്ട് എന്റെ സ്റ്റാൻഡ് സ്റ്റാർട്ട് ആവണം. 1 2 3 4 5 6 7 8 9 10ാമത്തെ വണ്ടിയായിട്ടാണ് നമ്മൾ നിർത്തുന്നത് അല്ലെ. 10ാമത്തെ വണ്ടിയായിട്ടാണ് ഞാൻ കയറ്റുന്നത്. ഓക്കെ, 10ാമത്തെ വണ്ടിയായിട്ട് സ്റ്റാൻഡിൽ നിർത്തിയിരുന്നു. അടുത്ത ട്രിപ്പില് എണ്ണ അടിക്കണം. വണ്ടിയിൽ തീരെ എണ്ണ വളരെ കുറവാണ്. കണ്ണങ്ങൾക്ക് ഇന്നലെ ആ പരിപാടിക്കൊക്കെ ഫുള്ളായിട്ട് ഓടിയിട്ട് വണ്ടി എണ്ണ ഫുള്ള് കാര്യമാണ്. ഒരു 300 രൂപയ്ക്കെങ്കിലും അടിക്കണം, അല്ലെങ്കിൽ 250 രൂപയ്ക്കെങ്കിലും അടിക്കണം. ഒരുപാട് നേരം ലൈനിൽ ഇരുന്നിട്ട് നമ്മൾക്ക് കിട്ടിയത് 30 രൂപയുടെ ട്രിപ്പായിരുന്നു. അപ്പൊ ഞാൻ ഇനി നേരെ പമ്പിലേക്ക് കയറുവാണ്. ഒരു 250ക്ക് അടിക്കാം, ഒരു 250 രൂപയ്ക്ക് അടിക്കാം എന്നാണ് കേൾക്കുന്നത്. സമയം 11:20. നാട്ടിലേക്ക് ലോക്കൽ പോകുന്നതാണ്. മൊത്തം 4 ലോക്കലാണ് ഈ ഒരു നേരം വരെ നമ്മൾ ഓടിയിട്ടുള്ളത്. ഒരു ട്രിപ്പ് മാത്രം അതിൽ 40 രൂപയുടെ ഉണ്ട്. ബാക്കി 3 30 രൂപയുടെ ആണ്. മൂടിക്കെട്ടിയ കാലാവസ്ഥ, മഴ പെയ്യും എന്ന് ഇന്നലെ തൊട്ട് ഉണ്ട് ഇങ്ങനെ, പക്ഷെ പെയ്യുന്നില്ല. മിക്കവാറും ഇന്ന് പെയ്യുന്നുണ്ടാവാം. ഇനി അങ്ങോട്ട് മഴ തന്നെ അല്ലല്ലേ. ഒരു ഇളം മഴ കിട്ടിയപ്പോഴേക്ക് പാടവും പറമ്പും ഒക്കെ ചെറിയ രീതിയിലൊക്കെ പച്ച പിടിച്ച് നല്ല ഭംഗിയായി. ഇവിടെ നമ്മളെ പരിപാടി നടന്നത്. അവരാരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അതൊന്ന് കാണും. സമയം 12:15. രാവിലെ ഒരു ലോക്കലോട് കയറിയതല്ലേ. കൈനീട്ടം പോലും നമ്മൾക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നാത്തത് കൊണ്ട് തന്നെ ആവാം, എനിക്ക് തോന്നുന്നു. ആകെ 5-6 ലോക്കൽ മാത്രം പോയിട്ടുള്ളത്. അത് വെറും 30 രൂപയുടെ ട്രിപ്പുകൾ. കാര്യപ്പെട്ട ഈ നേരം വരെ ഒരു 30 രൂപയുടെ മേലെ നമുക്ക് ആകെ കിട്ടിയത് ഒരു 40 രൂപയുടെ ട്രിപ്പാണ്. ഒരു 50 രൂപയുടെ ട്രിപ്പ് പോലും കിട്ടുന്നില്ലടേ. സംഗതി എന്താ പറയാ, ഇങ്ങനൊന്നല്ല ആവല്. ഇന്നലെയൊക്കെ നല്ല ഓട്ടം ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്.
ഇതിലൊക്കെ ഏതാണ്ട് 1000, 1300, 1500 ആ റേഞ്ചൊക്കെ എല്ലാവരും ഓടിയിട്ടുണ്ട്. ഈ 1000, 1500 രൂപയ്ക്ക് ഓടിയാലും നമ്മൾക്ക് കൂലിയായിട്ട് കിട്ടുന്നത് 700 രൂപയൊക്കെയാണ്. എന്താ പറയാ, ഈ ഡീസലിന്റെ റേറ്റ്, അതുപോലെ തന്നെ മെക്കാനിക്കലി ചാർജ്, പിന്നെ ഈ സ്പെയർ പാർട്സിന്റെ ചാർജ്, എല്ലാത്തിനും റേറ്റ് കൂടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഓട്ടോ ചാർജ് 25 രൂപ മിനിമത്തിന്ന് 5 രൂപ കൂട്ടി 30 ആക്കിയപ്പോഴേക്ക് ഇവരെല്ലാവരും കൂട്ടിയിട്ടുള്ളത് 30, 40, 50ഒക്കെയാണ്. ഇവരുടെ ഓരോ സ്പെയറിനും ഇവരുടെ വർക്ക്ഷോപ്പ് പണിക്കാരും അങ്ങനെയുള്ള എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് അടിയാണ് കിട്ടിയിട്ടുള്ളത്. ഡീസലിനൊക്കെ വീണ്ടും റേറ്റ് കുറഞ്ഞിട്ടൊന്നുമില്ലല്ലോ, കൂടിയൊക്കെ തന്നെ അല്ലേ. അപ്പൊ അതാ പറയണേ. പക്ഷെ നമ്മൾക്ക് ഈ ഒരു ഓട്ടോ മേഖലയ്ക്ക് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. മേഖല നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മേഖല തന്നെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഒട്ടനവധി നിരവധി തൊഴിലാളികൾക്ക് തൊഴിലില്ലാത്തൊരു പ്രശ്നം കഷ്ടപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് മുമ്പോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് ഇനി ഉണ്ടാവുക. ഇപ്പൊ തന്നെ വളരെ കഷ്ടപ്പെട്ട മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഇതിനേക്കാൾ കഷ്ടപ്പെട്ടാവും പോകേണ്ടി വരും. സ്റ്റാൻഡിനകത്തേക്കൊന്ന് കയറിയതാ വെറുതെ. സ്റ്റാൻഡൊക്കെ എന്താ അവസ്ഥ നോക്കാലോ, വല്ലതും ഉണ്ടോ ഇവിടെ ബസ്സിൽ. ഇതിലെങ്ങനെ പോയോക്കാം നമുക്ക്. ഇങ്ങനെ 4 ആൾക്കാരെയും കാണാം. ആരെയും വണ്ടിയിലൊന്നും കയറില്ല, ഓട്ടോയൊക്കെ ഒന്നും ആളുണ്ടാവില്ല. ഉണ്ടാവും ചെയ്യും, ബസ് വന്ന് ഇറങ്ങുന്ന ആ സമയത്ത് അത് ഉണ്ടാവുള്ളൂ. കൊള്ളാം, സ്റ്റാൻഡിൽ ആളുകളൊക്കെ ഉണ്ട്. സമയം 1 മണി. 1 മണിക്ക് ചൂടൊന്നുമില്ല കേട്ടോ, ചൂടില്ലാത്ത കാലാവസ്ഥയാണ്. ഓട്ടവും ചൂടില്ല, ഓട്ടത്തിനും ചൂടില്ലാത്തൊരു കാലാവസ്ഥയാണ്. മൊത്തത്തിൽ അങ്ങനെയാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. 1:10 അപ്പോ ഞാനിനി ഒരു ലോക്കലും കൂടി, ഒരൊറ്റം കൂടി സ്റ്റാൻഡിലേക്ക് പോകുന്നുണ്ട്. ഒരു ലോക്കലും കൂടി എടുത്തിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം. ഞാനിപ്പോ അങ്ങനെ വല്ലാതെ ഹോട്ടലിൽ പോയിട്ട് ചായ കുടിക്കാറില്ല. ചായ കുടിക്കാറുണ്ട്, ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിക്കുക ഇവിടുന്നേലൊക്കെ, അല്ലാതെ പൊറാട്ട ഒന്നും അങ്ങനെ ഇപ്പൊ കഴിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നേരത്തെ വിശപ്പ് നേരത്തെ തുടങ്ങും. അപ്പൊ നമുക്കിത് കഴിഞ്ഞിട്ട് പോയി ഭക്ഷണം കഴിക്കാം. ഒരു ലോക്കൽ കിട്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കിയത്. അപ്പോഴാണ് നമ്മൾക്ക് 140 രൂപയുടെ ട്രിപ്പ് കിട്ടിയത്. അതായത് ഒരു 6 കിലോമീറ്റർ 400 മീറ്റർ ദൂരത്തേക്ക്. ഇത് ഒരുപാട് ഉള്ളിലോട്ട് പോന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നത് കേട്ടോ. ഈ ഞങ്ങളുടെ വാണിയമ്പലത്തിൽ നിന്ന് ഉള്ളിലോട്ട് കയറി പോന്നിട്ടുള്ളതാണ്. ഇതിന്റെ തൊട്ടപ്പുറത്ത് റബ്ബർ തോട്ടത്തിന്റെ ഒക്കെ അപ്പുറത്ത് റെയിൽവേ ട്രാക്കാണ്. നിലമ്പൂർ ചോർന്നൂർ റെയിൽവേ ട്രാക്ക് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ട്രാക്ക് കാണാൻ പറ്റുന്ന ഏരിയകളൊക്കെ ഉണ്ട്. വളരെ ഉള്ളിലേക്ക്, വളരെ വിജനമായി തോന്നുന്ന ഒരുപാട് ഏരിയകളും ഉണ്ട് ഈ ഒരു വഴിയിലൂടെ. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ താമസിക്കുന്ന വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ്. ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഏരിയ. ഇതാണ്ട് ഒരു പള്ളിയാണ്. ഒരുപാട് പേരുണ്ടാവുന്നത്. ഞാൻ ആദ്യമായിട്ടാട്ടെ ഈ ഒരു വഴിയിലൂടെ വരുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മുടെ തൊട്ടടുത്താണ് ഇപ്പൊ ഈ ഒരു സ്ഥലം എന്നൊക്കെ പറയുന്നത്. ഒരു സ്ഥലത്തേക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അറിയുമ്പോഴേ എനിക്ക് തന്നെ അത്ഭുതം. അവരിങ്ങനെ വഴി ഇങ്ങനെ പറഞ്ഞന്ന് ഞാൻ ആ വഴിയിലൂടെ അങ്ങനെ കയറി ഇങ്ങനെ പോരുമ്പോഴേക്ക് എവിടേക്കത് പോകണം എന്നുള്ളത് എനിക്ക് തന്നെ ഒരു അന്തം കിട്ടാത്ത മാതിരി. ഞാൻ റിട്ടേൺ പോകുമ്പോൾ വഴി വേക്കാതെ വേണം പോവാൻ. കാരണം പോക്കറ്റ് റോഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ഒരുപാട് കയറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് വഴിയൊന്നും പേക്കാതെ വേണം നമ്മൾ പിടിക്കാൻ. ഇവിടെ ആക്കണ എന്താ പറയാ, ഷട്ടർ റൂമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ അതിന്റെ ഒക്കെ ആവശ്യം ഉണ്ടോ? ഇവിടെ ഒരു കട പോലും ഞാൻ കണ്ടില്ല. കട പോലും കണ്ടില്ല പറഞ്ഞാല് വാണിയമ്പലം കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നിട്ട് പിന്നെ ഒരു മിഠായി കിട്ടുന്ന ഒരു കട പോലും ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അത്യാവശ്യ സാധനമൊക്കെ ഇവർക്ക് മേടിക്കണമെങ്കിൽ എന്താ ചെയ്യുക? അത്യാവശ്യ സാധനം പറഞ്ഞപ്പോ കുറച്ച് പഞ്ചസാര കഴിഞ്ഞു, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ലെഫ്റ്റ് ആട്ടോ പോകണ്ട. നേരെ പോയി കഴിഞ്ഞാൽ എവിടേക്കാണോ? ലെഫ്റ്റ്. നമ്മുടെ വീട്ടിലേക്ക് ആരോ റിലേറ്റീവ്സോ ആരെങ്കിലൊക്കെ വീട് സന്ദർശിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്നു. പെട്ടെന്ന് കുറച്ച് സാധനങ്ങൾ വണ്ടിയിലേക്ക് വേണം കിട്ടണമെങ്കിൽ ഇവരൊരു 4 കിലോമീറ്റർ പോകണം. അല്ലാതെ ഇവിടെ കടയൊന്നും ഞാൻ കാണുന്നില്ല. ഒരു കടയല്ല, ഒന്നുമില്ല. അപ്പൊ ഇതിന്റെ നേരെ ഫ്രണ്ടിലായിട്ട് കാണുന്നത് റെയിൽവേ ട്രാക്കാ. കണ്ടാ, ഇത് ഞങ്ങളുടെ റെയിൽവേയുടെ സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് റോഡില്ല. റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. ഈ ഒരു ഭാഗത്ത് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇന്ത്യൻ റെയിൽവേയുടെ സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റോഡുണ്ട്, വഴിയായിട്ടുണ്ട്. വഴി അടച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇതുപോലെ ഓഫ് റോഡായിരിക്കും. അത് ടാർ ചെയ്യാനോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യാനോ അനുവദിക്കില്ല. അങ്ങനെ അനുവാദം തരുവാണെങ്കിൽ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ എന്താ പറയാ, ലീസിന് കൊടുക്കുക. അതായത് റെയിൽവേ സ്ഥലം നമുക്ക് ലീസിന് തരും. അതിൽ നമുക്ക് റോഡ് പണിയാം, എന്തും പണിയാം. ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞാൽ ആ റോഡ് പൊളിക്കും വേണം. പിന്നെ അതിൽ സഞ്ചരിക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു സിസ്റ്റത്തില്ല. ഞാൻ കാണിച്ചുതരാം. അങ്ങനത്തെ റോഡുണ്ട് നമ്മൾ പോണ വഴിയിൽ, സ്കൂളിന്റെ ഫ്രണ്ടിലൊക്കെ ആയിട്ട്. അപ്പൊ ഇവിടെ കണ്ടോ, ഒന്നുമില്ല, ഫുള്ളും മണ്ണാണ്. ഇങ്ങനെയൊക്കെ ചാടിക്കട. ഞാൻ നേരത്തെ പറയാം 4 കിലോമീറ്റർ എന്ന് വലിയ അത്ഭുതമുള്ള കേസൊന്നുമല്ല. പക്ഷെ എന്നാൽ പോലും ഞങ്ങളെ തൊട്ടടുത്തൊന്നും
ഈ 4 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഒന്നും ഇല്ല ഒരു കട കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അത് ഫുള്ള് റെയിൽവേയുടെ സ്ഥലമാണ്. ഒരു കട കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പലചരക്കിന്റെ പീടിയെങ്കിലും ഉണ്ടാവും എല്ലാ നാട്ടിലും. അതുപോലും ഇല്ലാത്തൊരു നാട്ടിലേക്കാണ് ഞാനിപ്പോൾ പോയത്. ഉള്ളാട്ടാ. ഇപ്പൊ ഞാനീ പോകുന്നതാണ് മെയിൻ റോഡായിട്ട് കണക്ട് ചെയ്യണ പ്രധാന വഴി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വഴിയിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു ടേണിങ് അതിന് വരുന്നത്. ഈ ഒരു ടേണിങ്ങിൽ ടാറിങ് അവസാനിക്കുന്നുണ്ടാ. ഇവിടെ ടാറിങ് അവസാനിച്ചു. വീണ്ടും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡായി. പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാറ് ഇവിടെ കോൺക്രീറ്റിങ്ങോ ടാറിങ്ങോ അതുപോലെ തന്നെ ഈ സോളിങ് പോലും ഇടാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ്. ഈ കാണുന്ന സ്ഥലം കംപ്ലീറ്റ് റെയിൽവേയുടെ ആട്ടാ ഇവിടെ അങ്ങോട്ടേക്ക്. അപ്പൊ ഇവിടെ ചെയ്യാത്തതും റെയിൽവേയുടെ സ്ഥലമായിട്ടാണ്. ഇനി വേറെ സ്ഥലം കൂടി കാണിച്ചു തരാറുണ്ട്. അപ്പൊ അവിടെ നിന്ന് വീണ്ടും കയറി ഇപ്പൊ അത് നമ്മുടെ സ്ഥലമായി. നമ്മുടെ സ്ഥലത്തേക്ക് കയറിയപ്പോഴേക്ക് റോഡൊക്കെ പിന്നെ ഇതിങ്ങനെ ഒരു നീളം ഒരു 300 മീറ്റർ ഉണ്ടാവും തോന്നുന്നു. 300 ഇല്ല കേട്ടോ, ഒരു 100 മീറ്റർ ദൂരം വന്നപ്പോഴേക്ക് അടുത്ത സ്ഥലത്തി. അതായത് ഇവിടെ നീ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഏരിയ ഫുള്ളായിട്ട് റെയിൽവേയുടെ സ്ഥലമാണ്. ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഇത് റെയിൽവേയുടെ സ്ഥലം തന്നെയാണ്. പക്ഷേ ഈ റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത് ലീസിനെടുത്താണ്ടാണെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇത് ലീസിനെടുത്തിട്ട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് തീരെ വീതി ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഓപ്പോസിറ്റ് അവിടെ നിന്ന് ഒരു കാറ് വന്നു കഴിഞ്ഞാൽ ഞാൻ റെയിൽവേന്റെ സ്ഥലത്തേക്ക് തന്നെ ഇറക്കണം. ഈ ലീസിനെടുത്ത സ്ഥലം എത്ര ദിവസത്തേക്ക് എത്ര വർഷത്തേക്കാന്നുള്ളത് അറിയില്ല. അങ്ങനെയാണ് എൻ്റെ ഒരു അറിവിൽ ഈ ഒരു സ്ഥലം കിടക്കുന്നത്. പിന്നെ നമ്മുടെ വാണിയമ്പല റെയിൽവേ സ്റ്റേഷനാണ് ആ സൈഡിൽ കാണുന്നത്, ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. പ്ലാറ്റ്ഫോമിനൊക്കെ ഒന്ന് നീളം കൂട്ടി സെറ്റപ്പ് ആക്കിക്കൊണ്ട് വെക്കുവാണ്. ആ സൈഡ് ഫുള്ളായിട്ട് റെയിൽവേയുടെ സ്ഥലമാണ്. അപ്പൊ കണ്ടോ തീരെ വീതിയില്ല. ഇത് മുമ്പ് ഈ ഒരു ടാറിങ് പോലും ഇല്ലായിരുന്നു, ഈ ഒരു കോൺക്രീറ്റ് പോലും ഇല്ലായിരുന്നു. അന്ന് ഇതേപോലെ നമ്മൾ നേരത്തെ കണ്ട പോലെ മണ്ണിട്ട വഴിയായിരുന്നു. അന്ന് അങ്ങനെയാണ് തോന്നിയിരുന്നത്. പിന്നെ ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും പാടെ ചേർന്ന് ഒക്കെയാണ് ഇതിങ്ങനെ സെറ്റപ്പ് ആക്കി എടുത്തത്. എന്തായാലും കൊള്ളാം. കിളിമീൻ പുതിയാപ്ലക്കോര. ഓക്കെ, പുതിയാപ്ലക്കോര. കുറച്ച് മീൻ വാങ്ങി, മീനില്ലായിരുന്നു. പിന്നെ ചാർജർ അതിൻ്റെ ഉള്ളിൽ കുത്തി കളിച്ചാൻ പാടില്ല കേട്ടോ. അതതിൻ്റെ ഉള്ളിൽ കുത്തി കളിച്ചല്ലേ, അത് കാട്ടിക്ക ഊരി വെച്ചതാണ്. അവൻ അങ്ങനെ കുത്തി കളിച്ച അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ എൻ്റെ വിരൽ തട്ടി ഷോക്ക് അടിച്ച്. എന്താണ് ഇതോളെ പുതിയ കുട്ടിയാണ്. എൻ്റെ പേരെന്താ? കുട്ടി അല്ലേ? പാവക്കുട്ടി. ഇന്ന് ചോറ് നടക്കാം. ഇന്നെന്ത് സംഭവം ഇങ്ങനെയൊക്കെ ആര്യ? ഇതെങ്ങനെ കേക്ക് ഉണ്ടാക്കുക? എന്നിട്ട് വെച്ചാ മതിയോ? ഓക്കെ, കേക്ക് ഉണ്ടാക്കുകയാണ് പോലെ. ഞങ്ങള് ഇവിടെ ആരും അമ്മ ഒഴുകി വേറെ ആരും ചോറ് പുറത്തേക്കൊന്നും കൊണ്ടുപോകില്ലല്ലോ. അപ്പൊ ചിന്നൂന് ഇങ്ങനത്തെ ഒരു ഇടക്കൊരു ഗ്രാണ്ടൊക്കെ ഉണ്ട്. പൊതിച്ചോറ് ഉണ്ടാക്കുക, അതേപോലെ പാർസൽ ചോറ് ഉണ്ടാക്കുക. ആദ്യം ഒരു പേപ്പറിൽ ചോർത്തിട്ട് ഇതിനകത്ത് വായനയിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ കെട്ടിക്കുത്തിയിട്ട് കവർക്ക് ഇട്ടിട്ട് എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കും. അങ്ങനെ അതന്നെ നമുക്ക് അതൊക്കെ എണ്ണ കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോഴും എന്തെന്നെ മറ്റൊന്ന് കൊടുക്കാം. ഞാനിപ്പോ അകത്തിന് ഉള്ളിൽ നോക്കിയ അത് ഉള്ളി വാട്ടിയത്, പിന്നെ കായപ്പേരി, ഞാൻ ഇറങ്ങാണ്. മഴ പെയ്യുന്നുണ്ട്. മഴ ചെറുതായിട്ട് ഇങ്ങനെ തുള്ളി ഇട്ടു. ഇതെന്താ സാധനം അറിയാം? ഇത് നമ്മുടെ വണ്ടിയിൽ ഈ മഴക്കാലമായി കഴിഞ്ഞാൽ ഉറുമ്പുകൾ ഉണ്ടാവും. അപ്പോൾ അത് എൻ്റെ കയ്യിൽ നല്ല കടിയടിക്കലുണ്ട്. ഇവിടെയൊക്കെ ഇടയിൽ കൂടെയാണ് കയറി വരിക. അപ്പോൾ അവിടെ ഞാൻ 2 അടി അടിക്കാൻ വേണ്ടി ഞാൻ വാങ്ങി വെച്ചത്. വണ്ടിയിൽ തന്നെ വെക്കേണ്ടതാണ്. അത് വീട്ടിൽ നിന്നാളെ ഒരു 8 കാലിന് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഞാനാണ് എപ്പോഴും എടുത്തതാണ് പുറത്തൊക്കെ. വണ്ടിയിൽ തന്നെ വേണത്. അതുപോലെ തന്നെ 8 കാലിക്കൊക്കെ പറ്റും, എല്ലാവരും പറ്റും. മഴ നല്ല രീതിയിൽ വരുന്നുണ്ട്. എൻ്റെ മുഖത്തിന് ചെറിയ മാറ്റം നിങ്ങൾക്ക് ഫീൽ ആവുന്നുണ്ടോ? വലിയ മാറ്റം തോന്നൂല, എന്നാലും താടി ഒന്ന് പഠിച്ചതാണ്. സമയം എന്ന് പറയുന്നത് 3:10 കേട്ടോ.
3:10 മഴ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് ചാർന്നേ ഉള്ളൂ, പക്ഷെങ്കിൽ ഇത് നല്ല രീതിയിൽ പെയ്യും, ഇത് പെയ്യാതിരിക്കില്ല. അപ്പോൾ ഞാൻ സ്റ്റാൻഡിലേക്ക് എത്തട്ടെ, നമുക്ക് ബാക്കി ഓട്ടം അന്ന് ഉച്ച വരെ എത്ര രൂപ കൂടി അറിയാം? 100, 150, 200, 230 റുപ്യക്കാണ് ആകെ നമ്മൾ ഉച്ച വരെ ഓടിയിട്ടുള്ളത്. അല്ല, എനിക്ക് പാച്ച് കിട്ടോ 230 അല്ല, നമ്മളൊരു 140 റുപ്യൻ്റെ ട്രിപ്പും കൂടിയും പോയതല്ലേ. അപ്പോൾ 230, 330, 350 റുപ്യക്കാണ് അന്ന് ഓടിയിട്ടുള്ളത്. എനിക്ക് പാച്ച് ഞാൻ ആ പൈസ മാത്രം കൂട്ടിയില്ല. ഒരു 500 ഓട്ടം തന്നിരുന്നത്, അപ്പം അതിന് ബാലൻസ് കൊടുത്തിട്ട് അതൊക്കെ വെച്ചിട്ടില്ല ഞാൻ. നമ്മളെ സ്റ്റാൻഡിലത്തെ സാദിഖ് ബ്രോ ആണ് അടക്കണം. സുലൈമാനൊക്കെ കർട്ടൻ്റെ പണി തുടങ്ങി, അതായത് കർട്ടൻ ഇടുന്ന പണി തുടങ്ങി. ഞാനും ഇടണം, കുറച്ചുകൂടി കഴിയട്ടെ. ഇപ്പം തന്നെ ഇടുന്നില്ല, ഇപ്പം തന്നെ ഇടുക നല്ലതല്ലേ, പിന്നെ മഴ കൂടുതലേ. നമ്മൾ ലൈനിൽ കൊണ്ടുപോയി നിർത്തി നമ്മളിങ്ങനെ കർട്ടൻ ഉണ്ടുള്ള പരിപാടിയാണ്. അപ്പോഴാണ് ഒരു ടീം വന്ന് കയറിയിട്ട് ഒരു 1 കിലോമീറ്ററിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. 30 രൂപ. ഇവിടെയാണ് ഞങ്ങളുടെ വലിയ ജുമാ മസ്ജിദിൻ്റെ ഖബർസ്ഥാനം എന്ന് പറയുന്നത്. അതിൻ്റെ ചെങ്ങന്മാരെ, ഞാൻ എൻ്റെ ഒരു കാര്യം ആലോചിക്കുകയാണ്. ഇപ്പം സമയം എത്ര ആയെന്ന് അറിയാം നിങ്ങൾക്ക്? 5:15. സൂര്യാസ്തമയം ആവാറായി. സൂര്യാസ്തമയം ഇന്നത്തെ ദിവസം കഴിയാറായി. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്താ സംഭവം ചോദിച്ചാൽ വേറെ ഒന്നല്ല, ഈ ഒരു നേരം വരെ 3 മണിക്ക് നമ്മൾ ഇറങ്ങിയിട്ട് ഈ ഒരു നേരം വരെ നമ്മൾ ആകെ ഓടിയിട്ടുള്ളത് 5 ലോക്കലാണ്. എല്ലാം 30 രൂപ. 5, 15, 150 രൂപയ്ക്ക് ഓടി. അതാണ് ഇപ്പോൾ ആകെ ഓടിയിട്ടുള്ളത് ഉച്ചയ്ക്ക് ശേഷം. നമ്മൾക്ക് ഇന്നലെ അല്ല, മിനിഞ്ഞാന്ന് ഇതേ അനുഭവമായിരുന്നു. ഇന്നും അതേപോലത്തെ അനുഭവമാണ്. എന്താ ഇപ്പം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ശരിയാവില്ല. നമ്മളെന്താ വെച്ചാൽ, പല ആളുകൾ പറയാറുണ്ട്, ചെറിയ ട്രിപ്പ് ആകുമ്പോൾ ഓട്ടോറിക്ഷക്കാർക്ക് ഒരു മടിയാണ് പോരാനെന്നുള്ളത്. ഈ ചെറിയ ട്രിപ്പ് ആയതുകൊണ്ടുള്ള മടിയല്ല, പ്രധാനമായിട്ടുള്ളത് വൈകുന്നേരം ആകുമ്പോഴേക്കും കൂലി വെക്കൂല എന്നുള്ളതാണ്. മനസ്സിലായോ? ഇപ്പൊ ഇന്ന് എനിക്ക് നിങ്ങൾക്കറിയാം, എനിക്ക് ആകെ ഒരു 150 രൂപയുടെ ട്രിപ്പാണ് കാര്യമായിട്ടൊന്ന് കിട്ടിയത്, 140ന്റെ. അത് കഴിഞ്ഞിട്ട് ഈ നേരം വരെ എനിക്ക് ഒന്നും കിട്ടിയില്ല. ആ ട്രിപ്പ് കിട്ടുന്നത് വരെ എനിക്ക് വേറെ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒക്കെ 30 റുപ്യന്റെ ട്രിപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കൂലി വെക്കൂല. നമ്മളിങ്ങനെ ബാക്കിൽ നിന്ന് തള്ളി മുന്നിക്ക് എത്തുന്നു, മുന്നിക്ക് എത്തിയിട്ട് ഒരു 30 റുപ്യന്റെ ട്രിപ്പ് പോകുന്നു, പിന്നെയും ബാക്കിലേക്ക് വരുന്നു, തള്ളി പിന്നെ പിന്നെ ബാക്കിലേക്ക് വരുന്നു, പിന്നെയും തള്ളുന്നു, പിന്നെ വീണ്ടും 30 കിട്ടുന്നു. മണിക്കൂറുകൾ അങ്ങനെ നഷ്ടപ്പെടുന്നു. പിന്നെ മാസ്ക് വെച്ചിട്ടുള്ളത് വേറെ ഒന്നല്ല, ചെറിയ രീതിയിൽ ജലദോഷത്തിന്റെ ഒരു അസ്കിത, അത് അലർജി ആയിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം പെട്ടെന്ന് വന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മാസ്ക് വെച്ച് കഴിഞ്ഞാൽ ആശ്വാസമാവും. അത് വല്ലാണ്ട് തടിമ കുടിക്കൂല, അത്ര തന്നെ. സമയം 6:30 ഒരു 110 രൂപയുടെ ട്രിപ്പ്. അത് എൻ്റെ ഫ്രണ്ട് തന്നെയാണ്. അവനെ നാട്ടിൽ നിന്ന് പോയി എടുത്തിട്ട് വാണിയമ്പലം എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് കുറച്ച് അപ്പുറം, അതായത് ഒരു 5 കിലോമീറ്റർ അകലേക്ക് കൊണ്ടുവന്നതായിരുന്നു. 5 കിലോമീറ്റർ ദൂരത്തേക്ക് 110 രൂപയാണ് ചാർജ് മേടിക്കാറ്. ഇനി ഞാൻ അങ്ങനെ വണ്ടു ലക്ഷ്യം വെച്ച് പോവാണ്. നേരത്തെ മഴ അങ്ങനെ പെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേങ്കിൽ അത് വലിയ രീതിയിലൊന്നും സംഭവിച്ചില്ല. പിന്നെ അത് പെയ്തതുമില്ല, പിന്നെ അത് അങ്ങനെ പോയി. ഇപ്പൊ ഒരു ഈവനിങ് ടൈമാണ്, നല്ല നല്ല കാലാവസ്ഥ, നല്ല സുഖമുള്ള കാലാവസ്ഥ. പുറത്തൊക്കെ ഇങ്ങനെ കൈയിടുമ്പോഴേക്കൊക്കെ നല്ല കുളിർന്നുള്ള കാറ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ അടിപൊളിയാണ്. എന്നാ പിന്നെ ഇനി അടുത്തത് ഇരുടാട്ടോ കുറച്ച്. ഇതാണിപ്പോ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം കിട്ടിയത് നല്ലൊരു ട്രിപ്പ് കേട്ടോ. ലേറ്റ് ഇട്ട് കളിക്കേണ്ട കളിയായിട്ടുണ്ട് കേട്ടോ. ഒരു ലോക്കൽ പോകുന്നതാണ്. ഞാൻ അങ്ങാടിക്ക് തന്നെ, ഇപ്പൊ സമയം 7:30 ഞാനിങ്ങനെ ചിന്തിച്ചു, അങ്ങാടിയിലേക്ക് പോകണോ അതോ നാട്ടിലേക്ക് പോകണോ. അപ്പൊ പിന്നെ ഒരു തീരുമാനത്തിലെത്തി, നമ്മൾ അങ്ങാടിയിലേക്ക് പോവാം എന്ന് തന്നെ. അങ്ങനെ സമയം 9:30. ഞാൻ വീട്ടിലെത്തിയിരുന്നു. 750 രൂപയ്ക്കാണ് ഓടിയത്. ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞല്ലോ, പറയുമ്പോൾ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ഒന്നും ഇങ്ങനെ സംഭവിക്കലേക്ക് പോട്ടെ. ഇനിയിപ്പോൾ വെള്ളിയാഴ്ച നോക്കിയിട്ടൊന്നും കാര്യമില്ല. എന്തായാലും ഇന്നത്തെ ദിവസം ഇങ്ങനെ തീർന്നു. ബാക്കി നാളെ. പിന്നെ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നാളെ വരും. ഓക്കെ.